ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ കയ്യിലുള്ളത് ഇയർപോഡ് പ്രോ ആണുള്ളത്. നമ്മുടെ ആപ്പിളിൻ്റെ തന്നെ ഇയർപോഡ് പ്രോ ആണ്. അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ കുറച്ച് കാലമായിട്ട് ഇത് യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ട് ആസ് എ റിസൾട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ വേണ്ടി പറ്റും, ഇത് കുറച്ച് ഡേർട്ടി ആയിട്ടുണ്ട്. അപ്പം ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഇത് സേഫായിട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടും നമുക്ക് എന്താ ചെയ്യാൻ വേണ്ടി പറ്റുക, ഇത് ക്ലീൻ ചെയ്യണം. അപ്പം ഞാനിത് ക്ലീൻ ചെയ്യാനായിട്ട് നമ്മുടെ ആമസോണിൽ നിന്നൊരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുണ്ട്. അത് എത്രത്തോളം യൂസ്ഫുൾ ആണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ വേണ്ടി പോകുന്നത്. അപ്പം ഞാനിതൊരു ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടില്ല, എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത് നമുക്കൊപ്പം കാണാം. അപ്പം വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഇതാണ് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയേക്കുന്ന 20-in-1 മൾട്ടി ഫങ്ഷണൽ ക്ലീനിങ് ബ്രഷ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് കാണാം. അപ്പം ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. നമ്മുടെ കവറിൽ നിന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രോഡക്റ്റാണ് നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. ഏറ്റവും ആദ്യം തന്നെ മൊബൈലും അതുപോലെ തന്നെ നമ്മുടെ കീബോർഡ് ഇതെല്ലാം ക്ലീൻ ചെയ്യാൻ പാകത്തിനുള്ളൊരു ബ്രഷാണ് കാണുന്നത്. ഓക്കെ, ഇതിൻ്റെ ടോപ്പിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് ജസ്റ്റ് ഇങ്ങനെ ഇളക്കി മാറ്റാം. ഇത് സ്ക്രീൻ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മൈക്രോഫൈബർ പോലെയുള്ള ഒരു ക്ലോത്ത് അറ്റാച്ച് ചെയ്ത് വന്നേക്കുന്നതാണ്. ഒപ്പം തന്നെ നമുക്ക് നമ്മുടെ കീബോർഡിൽ നിന്ന് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ കീബോർഡിൽ നിന്ന് കീ എല്ലാം ഇളക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ളൊരു സ്മോൾ ഡിവൈസും വന്നിട്ടുണ്ട്. സെയിം വേ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ വേണ്ടി പറ്റും, ക്ലിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനം, മീൻസ് എഗെയിൻ കീബോർഡ് എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സാധനം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സിം കാർഡും കാര്യങ്ങളൊക്കെ ഇജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂളും കൂടി ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ട്. ബാക്കി എന്തൊക്കെയാണ് ഇനി ഇതിനകത്തുള്ളതെന്ന് നമുക്ക് കാണാം. അപ്പം ഇങ്ങനെയാണ് ജസ്റ്റ് ഇത് ഓപ്പൺ ചെയ്ത് വന്നു കഴിഞ്ഞാൽ, ഓക്കെ, ഇതിനകത്ത് ചെറിയൊരു നമുക്കൊരു ആൽക്കഹോളോ അല്ലെങ്കിൽ ക്ലീനിങ് ലിക്വിഡും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ചെറിയൊരു ടിനി ബോട്ടിലുണ്ട്. അതുപോലെ തന്നെ ക്യാമറകളുടെ ലെൻസും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരെണ്ണം. യെസ്, ചെറിയൊരു ടിനിയസ്റ്റ് ആയിട്ടുള്ള ബ്രഷ്. നമ്മുടെ ഇയർപോഡും കാര്യങ്ങളൊക്കെ നമുക്ക് ഇത് വെച്ചിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, യെസ്, ഇതാണ് അടുത്ത നമ്മുടെ ഇയർപോഡ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഇയർപോഡിൻ്റെ ഉള്ളിൽ ക്ലീൻ ചെയ്യാനും അതിന് വേണ്ടിയിട്ടുള്ള ബ്രഷുകളും. യെസ്, കുറേ എണ്ണം ഉണ്ട് കേട്ടോ. 20-in-1 ആണ് ഇത് വരുന്നത്. ചെറിയൊരു ബ്രഷ് വന്നിട്ടുണ്ട്. എഗെയിൻ ഇത് വേറൊരു ബ്രഷ്. അപ്പം നമുക്ക് ഏത് ഗാഡ്ജറ്റുകൾ വേണമെങ്കിലും, ചെറുതായിട്ടുള്ള ഏത് ഗാഡ്ജറ്റുകളും, അതുമാത്രമല്ല ഈവൻ നമ്മുടെ കമ്പ്യൂട്ടർ കീപാഡ്, ക്യാമറ, ഇയർപോഡ്, അതുപോലെ തന്നെ ബാക്കിയുള്ള ഗാഡ്ജറ്റുകൾ, ഇതെല്ലാം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ ഡെമോ കാണിക്കാൻ വേണ്ടി പോവാണ്. അതുപോലെ തന്നെ ഇത് വെച്ച് ക്ലീൻ ചെയ്യുമ്പോൾ എത്രത്തോളം ക്ലീൻ ആകുന്നുണ്ടെന്നുള്ളത് ഞാൻ കാണിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ സ്റ്റേ ട്യൂൺ. അപ്പോൾ നമുക്കിതെങ്ങനെ ക്ലീൻ ചെയ്യാമെന്നുള്ളത് നോക്കാം. ജസ്റ്റ് കണ്ടോ എത്രത്തോളം ഡേർട്ടി ആയിട്ട് ഒഴിക്കുന്നുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് കാണാം. ക്ലിയർ ആയിട്ട് കണ്ടോ, ഇത് ഇത്രയും ഡേർട്ടി ആയിട്ടുണ്ട് ഇയർപോഡ്സ് നമ്മൾ കുറേ കാലമായിട്ട് യൂസ് ചെയ്തിട്ട്. അപ്പോൾ അതൊന്ന് നമുക്കൊന്ന് ക്ലീൻ ചെയ്യാം ഇനി. ഓക്കെ, നമ്മുടെ ഇയർപാഡ് വെക്കുന്നതിൻ്റെ ഉള്ളിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ബ്രഷ്. ഇതിൻ്റെ ഉള്ളിലാണ് നല്ല അഴുക്കുള്ളത്. നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും, ഭയങ്കരമായിട്ട് ഡേർട്ടി ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതപ്പോൾ നമുക്കൊന്ന് ക്ലീൻ ചെയ്യാം.
ഓൾമോസ്റ്റ് ഇത് ക്ലീൻ ചെയ്ത് വെളുപ്പിച്ചിട്ടുണ്ട് ഗൈസ്. ഓൾമോസ്റ്റ് ഇത് അടഞ്ഞ് ഒന്നും കേൾക്കാൻ പറ്റാത്ത ലെവലിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതാണ് നമ്മളിപ്പം ക്ലീൻ ചെയ്ത് വന്നേക്കുന്നത്. സോ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഇയർപോഡ്സും കാര്യങ്ങളൊന്നും ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കരുതും നമ്മുടെ കേൾവി ശക്തി കുറഞ്ഞതാണെന്ന്. കണ്ടോ, ഇത്ര ഇതായിട്ടുണ്ട്. ഡേർട്ടിയായിരുന്നു, അത് ഇതുപോലെ ആക്കിയിട്ടുണ്ട്. നമുക്ക് ഇപ്പം ഡേർട്ടി ആയിട്ടിരിക്കുന്ന ഇതും കൂടി ക്ലീൻ ചെയ്യാം. കണ്ടോ, വളരെ ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഇപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ കാണാം ആ ഡേർട്ടി ആയിട്ടുള്ള എല്ലാം ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം എന്തായാലും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണിത്. കണ്ടോ, ഇത് ലോക്കിംഗ് സിസ്റ്റം കൂടിയാണ് വരുന്നത് ഓപ്പൺ ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ട്രാവൽ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എന്തിനെങ്കിലുമൊക്കെ യൂസ് ചെയ്യുന്ന സമയത്തോ നമുക്ക് ഗാഡ്ജറ്റുകൾ ക്ലീൻ ചെയ്യാനായിട്ട് ഈ 2-in-1 ബ്രഷ് നമുക്ക് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാമെന്നുള്ളതാണ് ഇതിൽ നിന്ന് കിട്ടിയേക്കുന്ന ഒരു റിസൾട്ട്. അപ്പം ഇനി ഇവിടുത്തെ ഇതൊന്ന് ക്ലീൻ ചെയ്ത് മാറ്റാം. അപ്പോൾ എന്തായാലും ഈ ഒരു പ്രൊഡക്റ്റ് കൊണ്ട് നമുക്ക് നമ്മുടെ ഇയർപോഡ് മര്യാദയ്ക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടി പറ്റി. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു എത്ര ഡേർട്ടി ആയിരുന്നു മുമ്പുണ്ടായിരുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ ക്ലീൻ ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ എന്തായാലും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഈ 20-in-1 ക്ലീനിങ് ബ്രഷ്. അപ്പം ഇത് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ എന്തായാലും കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് കയറി നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകയാണെങ്കിൽ ഇത് ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റുകയും ചെയ്യുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണുന്നോടം വരെ ഗുഡ് ബൈ.